ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ വടകര മന്ദരത്തൂര്, അതായത് ചെക്കോട്ടി ബസാറിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ്. എൻ്റെ നാടാണ് കേട്ടോ. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ചെക്കോട്ടി ബസാറ്. ഇവിടെ ഒരു കീഴൽ പള്ളിയുണ്ട് താഴത്ത് തന്നെ. അവിടുന്ന് കുറച്ച് ഇങ്ങോട്ടാണ്. കീഴൽ പള്ളിയിലാണ് എൻ്റെ ഉപ്പയും ഉമ്മാനെയും ഒക്കെ കബറടക്കമൊക്കെ ചെയ്തത്. എൻ്റെ സ്വന്തം നാട്ടിലാണ്. പക്ഷേ സജീറിനെ പറ്റി ഇത്രയും കാലം എനിക്ക് യാതൊരു അറിവും ഇല്ലേനു. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതിന് ശേഷമാണ് സജീർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അതിൻ്റെ മുമ്പ് സജീർ എന്ന് പറഞ്ഞ കാഴ്ച പരിമിതിയുള്ളൊരു കുട്ടി ഇവിടെ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഒന്നാമതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മളെ ഏരിയ അങ്ങോട്ടാണ്, ഇത് കുറച്ച് ഇങ്ങോട്ടാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. നമുക്കിപ്പോൾ സജീറിന് പറ്റിയ ഒരു വധുവിനെ കണ്ടെത്തണം. സജീറിന് കാഴ്ച ശക്തി ഇല്ല, തീരെ ഇല്ല എന്നല്ല, ചെറിയ രീതിയിലൊക്കെ കാണും. നമുക്ക് അത് കൂടുതൽ കാര്യങ്ങൾ ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ സജീറിൻ്റെ വീട്. നമുക്ക് ഉള്ളിലേക്ക് പോവല്ലേ, വാ. അപ്പോൾ ഇതാണ് സജീറിൻ്റെ വീട് കേട്ടോ. ഇവിടെ എല്ലാം കോൺക്രീറ്റ് ചെയ്ത റോഡാ. അസ്സലാമു അലൈക്കും സജീറ, എന്താണ്? ഇതാണ് കേട്ടോ സജീർ. ഇത് സജീറിന്റെ ഉപ്പയാണ്. ഉപ്പാന്റെ പേരെന്താ? കുഞ്ഞോള്ള അല്ലേ? സജീറ, നമുക്ക് ഉള്ളിരുന്ന് സംസാരിക്കാം അല്ലേ? ഈ വീടൊക്കെ സജീറിന് എല്ലായിടത്തിലും പരിചയമായിരിക്കും അല്ലേ? സജീറ, എന്നിട്ട് നല്ല വിശേഷം. എങ്ങനെ പോകുന്നു ജീവിതം? ജീവിതമൊക്കെ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ നല്ല ചൂടല്ലേ? അതെ, ഭയങ്കര ചൂടല്ലേ? എന്താ ചെയ്യാ? സജീറിന് തീരെ കാഴ്ച ഇല്ലാതല്ല അല്ലെ? കുറച്ചുണ്ട്. അതെങ്ങനെ? ഒറ്റക്ക് നടപ്പൊക്കെ യാത്രയൊക്കെ ചെയ്യാനുണ്ട്. ഒരു നിഴല് പോലെയാണോ അല്ലെങ്കിൽ? അല്ലല്ല, അടുത്ത് കാണും, പക്ഷെങ്കിൽ അധികം ദൂരം കാണൂല. ഒരു കണ്ണിനില്ല. അതെ, ഇത് കാഴ്ച തീരെ ഇല്ല. ഇത് കുറച്ചുണ്ട്. അത് ആ കണ്ണിന് കൃഷ്ണമണി ഇല്ല. അവിടെ എന്താ സർജറി ചെയ്തിരുന്നോ? അതെ അതെ. അതെന്ത് ചെയ്തതാ? അത് ഒരു ഓപ്പറേഷൻ ചെയ്തായിരുന്നു. എന്റെ കൃഷ്ണമണി കണ്ടു ലെൻസ് മാത്രം വെച്ചായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് തൊലി എടുത്തിട്ട് സ്കിൻ എടുത്തിട്ട് കണ്ണ് വെച്ച് തുന്നി. അതാ ഈ ചുവന്ന കണ്ണുള്ളത്. കണ്ണിൽ വെച്ച് അങ്ങനെ തുന്നിയാണല്ലേ? അതെ. പിന്നെ ലാസ്റ്റ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു പരമാവധി ഒക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഓപ്പറേഷൻ ചെയ്തു തരാം, പക്ഷെ ചെയ്താൽ ഇതുപോലെ ഈ കണ്ണായാല് ഞങ്ങളുടെ ഉത്തരവാദിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ചെയ്യണ്ടെങ്കിൽ തന്നെ കുറച്ച് കാഴ്ച ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ഉണ്ട്. ഓപ്പറേഷന് മുമ്പ് രണ്ട് കണ്ണും കുറച്ച് കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ ശേഷമാണ് പിന്നെയും കാഴ്ച പോയത് അല്ലേ? അതെ, നമ്മൾ ചെറിയ എന്തെങ്കിലും കണ്ണിനൊക്കെ പ്രശ്നം വരുമ്പോ ഓടി ഓപ്പറേഷനും സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ആലോചിക്കണം കേട്ടോ. കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമല്ലോ, ചിലർക്ക് ഉള്ളതും കൂടെ അല്ലേ? അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങള് എവിടുന്ന് ചെയ്ത ട്രീറ്റ്മെന്റ് ഒക്കെ? തമിഴ്നാട്ടിൽ നിന്നാ? അരവിന്ദിലല്ല അല്ലേ? അപ്പൊ അരവിന്ദ് ഒന്നും ചെയ്തിട്ട് ഈ സർജറി ഒക്കെ ചെയ്ത വേറെ ഹോസ്പിറ്റലിൽ നിന്നാ അല്ലേ? അത് ശരി. അപ്പോ സജീർ എത്ര വരെയാ പഠിച്ചേ? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഏത് കോഴ്സ്? ഹിസ്റ്ററി. BA ഹിസ്റ്ററി അല്ലേ? പിന്നെ 2 ദിവസം കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടില് കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. നമുക്കൊരു ചെറിയ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങണം അല്ലേ? അതെ, നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് ഒക്കെ. പക്ഷെങ്കിൽ അത്ര പഠിച്ചിട്ട് കയ്യില്ലാത്ത ബഡ്ജറ്റ് ഇല്ല. നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വരണം കേട്ടോ. നമുക്ക് ഈ ഒരു കല്യാണ വീഡിയോയിലൂടെ ആ ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സജീറിനൊരു ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ സജീറിന് എത്ര വയസ്സായി? എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു. 25 കഴിഞ്ഞില്ലേ? ഉപ്പ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? എന്താ ചെയ്യുന്നത്? തേങ്ങ പൊളിയാ? അതെ. അത് ശരി. നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരു 2 ആണാ? ഒരാണും ഒരു പെണ്ണും. സജീറാണോ ഇളയത്? അത് ശരി. പെൺകുട്ടീന്റെ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിച്ചതാ. അവരെവിടെയാ കല്യാണം കഴിച്ചേ? അവിടെ വടകര കുട്ടോത്ത് അല്ലേ? അത് ശരി. നമുക്ക് സജീറിനെയും കൂടെ കല്യാണം അങ്ങ് നടത്തണല്ലേ? അപ്പൊ സജീറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്താണ് നമുക്ക് വേണ്ടിയത്. ഉപ്പയും ഉമ്മയും ഇങ്ങനെ തീർച്ചയായിട്ടും ഓലൊരു ആശങ്കയായിരിക്കുമല്ലോ അല്ലെ? ഓലൊരു ആദ്യമായിരിക്കും ഓല് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കല്യാണം നടക്കണം എന്നൊക്കെ ഉള്ളത്. സജീറിന് എന്തെങ്കിലും ജോലി എന്തെങ്കിലും ആയിട്ടുണ്ടോ? ജോലി നോക്കുന്നുണ്ട്. ഒരു കോഴ്സ് കഴിഞ്ഞാണ്, പക്ഷെ അതിന്റെ ഇന്റർവ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇടക്കിടക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോ ഇന്റർവ്യൂവിന് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല.
ആ ആ ആ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ സജീറിന് നോക്കണം അല്ലേ? ഇനിയിപ്പോൾ കല്യാണമൊക്കെ പിന്നെ റെഡി ആയാൽ നമുക്ക് തീർച്ചയായിട്ടും പരിപാടി വേണം. എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ. ഒരു വരുമാനമാർഗം നിർബന്ധമാണല്ലോ. PSC ഒക്കെ എഴുതലുണ്ടോ? അല്ല, അത് എന്താ ജോലി ഇട്ടുണ്ടെങ്കിൽ പോവാന്നുള്ളൊരു മട്ടിലാണ്. PSC ഒക്കെ എഴുതി നോക്കോ? അങ്ങനത്തെ ഈ ജോലിക്ക് ഈ എംപ്ലോയ്മെന്റ് കൊടുത്തിക്കോ? അത് കൊടുത്തു. അത് ഈ വർഷം പുതുക്കണം. ഇന്റർവ്യൂ വിളിക്കലുണ്ടോ? ഇല്ല ഇതുവരെ വിളിച്ചില്ല. ചെന്ന് നോക്കണം. ഈ വർഷം പുതുക്കാനുണ്ട്. അതൊക്കെ ജോലി, ഗവൺമെന്റ് ജോലി തന്നെ പെട്ടെന്ന് കിട്ടട്ടെ. മാത്രമല്ല ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ടെലികോളിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോലി സജീറിന് നൽകാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് കോൺടാക്ട് ചെയ്യാം. ഒരു ഗവൺമെന്റ് ജോലി അങ്ങനത്തെ ഒക്കെ ആവുന്നത് വരെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നോക്കാം. വീഡിയോ ചെയ്ത് വെച്ചാൽ പിന്നെ കല്യാണം പെട്ടെന്ന് നടക്കൂല എന്നുള്ളൊരു ഇതുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന ടീംസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. അത്രേ ഉള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ആള് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാല് എന്റെ പതുവരെ എന്റെ ഉമ്മാന്റെ മോളാന്നുള്ളൊരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതെ, മരുമോളെല്ലാം മോളായിരിക്കും അല്ലേ? അതെ അതെ, അമ്മ എപ്പോഴും പറയാറുണ്ട് സ്വന്തം മോളാന്ന്. അതാണ് എന്റെ ഉമ്മാന്റെ മോളാന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മാഷാ അല്ലാഹ്, അതാണ് അതിൽ പരെന്താ വേണ്ടി അല്ലേ? അപ്പോ സജീർ, നമുക്ക് എന്നാ കല്യാണത്തിന്റെ കൂടുതൽ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോ കുറെ സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ വിളിക്കുമായിരിക്കും. അപ്പൊ നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടാവോ? കുഴപ്പം, ദൂരം പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഏത് ജില്ലയാണെങ്കിലും നമുക്ക് പറ്റൂലേ? നമുക്ക് ജില്ലയും കാര്യങ്ങളൊന്നും അല്ല, നല്ല മനസ്സിലുള്ള ഒരു പെൺകുട്ടീനെ കണ്ടെത്തുക അല്ലെ? തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാൻ ഓലിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ 100% തയ്യാറാണ് അല്ലേ? അതെ. അപ്പോ ഇത് തറവാട് വീടാണ് അല്ലേ? അല്ലല്ല, സ്വന്തം. ഇത് നിങ്ങള് എടുത്ത വീടാണ് അല്ലേ? എന്റെ പെങ്ങളെ നിക്കാഹിനെ കൊണ്ട് എടുത്ത. അത് ശരി. അപ്പൊ ഇപ്പൊ നിങ്ങള് 3 ആളാണ് ഇവിടെ താമസം അല്ലേ? അപ്പൊ സജീർ പറഞ്ഞ ഇവിടെ ഭയങ്കര സുഖാണ്. അതെ, തറവാട് കുറച്ച് അങ്ങോട്ടുള്ള താഴോട്ടാണ് അല്ലേ? അത് ശരി. പ്രദേശാണ്. മയിലുണ്ട്. അതെ, സജീറിന് 25 വയസ്സല്ലായിന്ന് പറഞ്ഞേ. നമുക്ക് ഒരു എത്ര വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചന സ്വീകരിക്കാം? അത് ഒരു 24 വയസ്സുള്ളവരെ നോക്കാം അല്ലേ? ഒരു 24ന്റെ ഉള്ളിലുള്ള അല്ലേ? അതുപോലെ ഇപ്പൊ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? കുഴപ്പമില്ല. അതായത് നടക്കുന്നതിന് ബുദ്ധിമുട്ടാണോ കുഴപ്പമില്ല. കാഴ്ച ഉള്ള ഒരാളായിരിക്കണം അല്ലേ? തീർച്ചയായും. അതേപോലെ സംസാരിക്കാനും കേൾക്കാനും പറ്റണം. കാരണം ഈ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളാകുമ്പോൾ ഒന്നും സംസാരിക്കാനൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ കാഴ്ച ശക്തിയുള്ള, സംസാരിക്കാനും കേൾക്കാനും പറ്റുന്ന ഒരാളാണ്. വേറെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് വിഷയമൊന്നും ഇല്ല അല്ലെ? നടക്കാനും കാര്യമൊക്കെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ഇവർ രണ്ടാളും സജീർ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്തിട്ട് രണ്ടാളും ഇങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ചു പോകണം അല്ലേ? പിന്നെ അതുപോലെ ഭർത്താവ് മരിച്ചു പോയതില്ലെങ്കിൽ ഡിവേഴ്സ് ആയതായ ആൾക്കാരുടെ ആലോചന നമ്മൾ സ്വീകരിക്കും. പക്ഷേ ബാധ്യതകളില്ലാത്ത ആ വയസ്സിന്റെ ഉള്ളിൽ അല്ലെ? 24 വയസ്സിന്റെ ഉള്ളിലുള്ള ബാധ്യതകളില്ലാത്തയാന്ന് നമുക്ക് കുഴപ്പമില്ല അല്ലേ? ഉപ്പ, ഇപ്പൊ നമ്മള് ആളുകളെ വിളിക്കുമ്പോ നല്ല പോലെ അന്വേഷിക്കണം. പല സ്ഥലത്തും ഒക്കെ എത്ര ദൂരാണെങ്കിലും നമ്മൾ പോയിട്ട് അന്വേഷിക്കണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ എന്നെ അന്വേഷിച്ച് ചെയ്യാം. ഓരോ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ച് ചെയ്യാം കേട്ടോ. അതെ. പിന്നെ സജീറ, നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ വധുവിനെ പറ്റി നമുക്ക് ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടാവും, എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നൊക്കെ. അങ്ങനെ സജീറിന് എന്തൊക്കെയാ പറയാനുള്ളത്? പോരട്ടെ. അങ്ങനെ നോക്കാൻ വെച്ചാ മരണം വരെ എന്റെ കൂടെ നിക്കണം. അതെ, ഇരിക്കാൻ പറ്റൂല. കട്ടെന്നാക്കണ്ട, നല്ലൊരു തമാശ അല്ലടാ. ബാക്കി അല്ല, അങ്ങനല്ല ഉദ്ദേശിച്ചത്. മരണം പറയാ നമ്മുടെ. അതെ, മനസ്സിലായി. ഞാൻ വെറുതെ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അത്രേ ഉള്ളൂ അല്ലെ സജീറെ? ഉപ്പാക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഉമ്മക്ക് എന്താ പറയാനുണ്ടോ? അങ്ങനെ നല്ലൊരു പെൺകുട്ടി വരട്ടെ അല്ലെ? എത്രയും പെട്ടെന്ന് നല്ലൊരാള് മുമ്പോട്ട് വരട്ടെ. സജീറെ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. അപ്പൊ ഫ്രണ്ട്സ്, സജീറിന്റെ ഉപ്പയും സജീറും പറഞ്ഞൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. കല്യാണ ആവശ്യാർത്ഥം തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ വേറെ 2 കാര്യം കൂടെ നിങ്ങളൊന്ന് സഹായിച്ചാൽ
ഒരു നല്ലതായിരുന്നു. ഒന്ന് സജീറിന് എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഈ ടെലികോളിംഗ് പോലത്തെയോ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞ് ഒന്ന് സഹായിക്കണം. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ആർക്കെങ്കിലും ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ ഫ്രഷ് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതോ ഉണ്ടെങ്കിൽ നിങ്ങളും കോണ്ടാക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഒരു റിക്വസ്റ്റാണ്. അത് നിർബന്ധമായ കാര്യങ്ങളല്ല, നമ്മളിത് കല്യാണത്തിന് വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ ആണ്. എങ്കിലും ആ കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നിങ്ങൾ കൂടെ ഉണ്ടാവണം. സജീറിനെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25 എന്നടാ. സജീറിന് ഇപ്പോൾ 25 വയസ്സാണ്. അത് നമുക്കൊരു 24 വയസ്സ് വരെയുള്ള ആലോചനകൾ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ മുമ്പോട്ട് വരിക. ചെറിയ ബുദ്ധിമുട്ടുള്ളവരൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇവർ നല്ലൊരു സമാധാനപരമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ല ഹാപ്പിയായി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. ആ കുടുംബത്തിലേക്ക് മരുമോളായിട്ടുള്ള സ്വന്തം മോളായിട്ട് വരുന്ന ഒരാളെയാണ് ഇവർക്ക് വേണ്ടതെന്ന് ഉമ്മയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സജീറിൻ്റെ വിവാഹം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ചെക്കോട്ടി ബസാറിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എവിടെയൊക്കെ നമ്മൾ പോയാലും നമ്മളെ സ്വന്തം നാടെപ്പോൾ നമ്മുടെ സ്വന്തം നാട് തന്നെയാണ്. നാട്ടുകാരെപ്പോൾ നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും ഹായ്, ആരെയും മറന്നിട്ടില്ല. ഇടയ്ക്കൊക്കെ വരുമ്പോൾ എല്ലാവരെയും കാണുകയൊക്കെ ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, സജീറിൻ്റെ കൂടെ നിൽക്കുക. ഓക്കെ, എന്നാൽ പിന്നെ വേറൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.